അശ്വമലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. കുറച്ച് ജോലി തിരക്ക് കൊണ്ടും യാത്രകളെ കൊണ്ടും നമുക്ക് കൃത്യസമയത്ത് വീഡിയോ ഇടാൻ നമുക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും വരുന്ന സമയങ്ങളിൽ നമ്മളത് പൂർവാധികം നന്നായിട്ട് തന്നെ വീഡിയോ കാര്യങ്ങൾ ചെയ്യാനായി കൊണ്ട് ക്ഷമിക്കാം എന്ന് നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ഒരു പ്രധാന വിഷയം, നമുക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒരു പാരിതോഷികം എന്നോണം യൂട്യൂബ് നമുക്കൊരു അവാർഡൊക്കെ, ഒരു സിൽവർ ബട്ടൺ ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ഗുരുജനങ്ങൾക്കും, ബന്ധുമിത്രാദികൾക്കും, സുഹൃത്തുക്കൾക്കും എല്ലാം എൻ്റെ ഒരു വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. വരും കാലഘട്ടങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള കൂട്ടുകൾ തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരുപാട് കണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പുതിയ നല്ല വീഡിയോകൾ നമുക്ക് വരും കാലഘട്ടം നമുക്ക് സാധിക്കുമെന്ന്, അതിന് സമയമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ ഫലങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കൊല്ലവർഷം 1201 ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെ വരുന്ന ഒരു വർഷത്തേക്കുള്ള പുതുവർഷ ഫലമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും പ്രത്യേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ചെറിയ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ചാനലിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് എല്ലാ വീഡിയോയും കയറി കാണാവുന്നതാണ്. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എല്ലാ രോഹിണി നക്ഷത്രക്കാർക്കും മലയാള പുതുവത്സര ആശംസകൾ നേരുന്നു. കൂടാതെ എല്ലാവർക്കും ഒരു ഓണാശംസകൾ കൂടി നേരുകയാണ്. ഈ വർഷം എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന്, ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വർഷം നമ്മളെ കാത്തിരിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പൊതുവേ നമുക്കൊരു അംഗീകാരങ്ങൾ ലഭിക്കേണ്ട വർഷമായിട്ട് കാണുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രവർത്തിച്ചതിന്റെ ഫലങ്ങളൊക്കെ നമ്മളിലേക്ക് വരികയാണെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതുവരെ നമുക്ക് ലഭിക്കാത്ത സ്ഥാനമാനങ്ങളും സമ്പത്തുകളും ഐശ്വര്യങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തുമെന്നാണ് ഈ വർഷം ആദ്യം തന്നെ കാണാൻ സാധിക്കും. അത് പ്രവർത്തിക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും. എല്ലാ മേഖലയിലും നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാം. അത് നമ്മളെ ആത്മവിശ്വാസത്തിലേക്ക് നയിക്കും. അതുപോലെ പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു. നമുക്ക് എന്തെങ്കിലും പാരമ്പര്യേതരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുക. ട്രഡീഷണലി നമ്മൾ ചെയ്തു വരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കാണുന്നു. മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ കുറച്ചുകൂടി നമുക്ക് മതത്തിൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഇറങ്ങാനും, അത് സമൂഹത്തിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കാനും, സാമൂഹ്യ സേവന രംഗത്തൊക്കെ ഇറങ്ങാനൊക്കെ സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. ഉപദേശക വൃത്തിയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, അതായത് അഡ്വൈസറി ബോർഡൊക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ, കൗൺസിലേഴ്സ്, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ വളരെയധികം, അതുപോലെ തന്നെ നല്ല ഈ മതപരമായിട്ടുള്ള ഗുരുക്കന്മാരായിട്ടിരിക്കുന്നതായിട്ട് വ്യക്തികൾ, അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് മുഖാന്തരം വല്ല ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് തുടങ്ങാനോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പരിപാലിച്ച് നടത്തുന്നതായിട്ട് വ്യക്തികൾക്കൊക്കെ വളരെയധികം ഉന്നതി ഒക്കെയാണ് ഈ വർഷം കാത്തിരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അപ്പോൾ സമൂഹത്തിലൊരു അംഗീകാരം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അത് സമൂഹം അംഗീകരിക്കും എന്നുള്ള ഒരു സൂചന തരുന്നുണ്ട്. അതുതന്നെ എല്ലാത്തിനോടും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിട്ട് വരുന്നുണ്ട്. ഈ ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാവണം എന്ന് പറയുന്നുണ്ട്. ഏതെങ്കിലും നമ്മുടെ മനസ്സ് കഴിഞ്ഞ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു മുക്തി ഉണ്ടാവണം. ആ സർക്കിൾ വിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് സൂചിപ്പിക്കുന്നു. എവിടെയും സ്റ്റക്കായിട്ട് നമ്മൾ നിൽക്കരുത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു കരുണ, സ്നേഹം, ഇതൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കൂടുതൽ അറിവുകൾ നേടാൻ പറ്റുന്ന വർഷമായിട്ട് പറയുന്നു. പഠനമാവാം, അതിൽ വേറെന്ത് റിസർച്ചോ മറ്റു കാര്യങ്ങളാവാം, ആത്മീയപരമായിട്ടുള്ള അറിവുകളാവാം. ഒരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വരികയാണ്. അതിനെ നമ്മൾ 2 കൈ നീട്ടി സ്വീകരിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഏറ്റവും നന്നായിരിക്കും എന്നൊരു സൂചന നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഊർജ്ജസ്വലമാവും നമ്മൾ. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ ഒരു ശരിയായിട്ടുള്ളൊരു സ്നേഹം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല എന്നുള്ളവർക്ക് ഒരു നല്ല സ്നേഹം നമ്മളെ തേടിയെത്തുന്നു. കുടുംബത്തിലാണെങ്കിലും പുറത്താണെങ്കിലും അതെല്ലാം വളരെയധികം നമ്മളെ സ്നേഹിക്കുന്നതായിട്ട് വ്യക്തികളെ നമുക്ക് കാണാൻ കൊണ്ട് സാധിക്കുന്നു. കഴിഞ്ഞ കാലത്തിൽ വിഷമതകൾ മാറി മുന്നോട്ട് പോകുന്നു. എവിടെ പോയാലും നല്ല ഐക്യം, സമാധാനം വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കുറെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആഘോഷങ്ങളാവാം, കുടുംബത്തിൽ എന്തെങ്കിലും ശുഭമംഗളകർമ്മങ്ങൾ ഒക്കെ നടക്കുന്ന സാഹചര്യങ്ങളാവാം. അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അത്തരത്തിൽ നമ്മളെയും മറ്റുള്ളവർ അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ടീവായിട്ട് വരുന്ന ഒരു അന്തരീക്ഷമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ട് തന്നെ, ആത്മവിശ്വാസത്തോടു കൂടി തന്നെ
ഒരു ഡിവൈൻ സപ്പോർട്ടോടുകൂടി തന്നെ തീരുമാനങ്ങൾ എടുക്കുക. അതിലെല്ലാവരും നമ്മളിലേക്ക്, ഈ രോഹിണി നക്ഷത്രക്കാരിലേക്ക് വരുന്ന ഒരു സമയമായിട്ടാണ് ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പല കാര്യങ്ങളും, പല പ്ലാനുകൾ, പല പ്രോജക്റ്റുകളൊക്കെ പൂർത്തീകരിക്കാനായിക്കൊണ്ട് സാധിക്കും. അതുപോലെ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം നമുക്ക് പറയുള്ളൂ. അപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നടന്ന പല കാര്യങ്ങൾ ഈ വർഷം നമുക്ക് വരും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ പൊതുവെ ഒരു സംതൃപ്തി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പല കാര്യങ്ങളും, അതായത് ചില ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റായികയുണ്ടെങ്കിൽ അത് അറിയുന്ന വ്യക്തികളുമായിട്ട് ഡിസ്കഷനൊക്കെ നടത്തി ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുക. അതുപോലെ തന്നെ ഈ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ടാവും. ഏത് നമ്മൾ ചൂസ് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായിട്ട് അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിവൈൻ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. എന്തായാലും എടുക്കുന്ന കാര്യങ്ങളിൽ എസ് ഓർ നോ ആണെങ്കിൽ, എസ് ആണെങ്കിൽ അത് ബിഗ് എസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക, നോ ആണെങ്കിൽ അതപ്പം തന്നെ ലഘു ചെയ്ത് വിട്ട് മുന്നോട്ട് പോവുക. അത് നമുക്ക് വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കി തരും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. അപ്പൊ സധൈര്യം മുന്നോട്ട് പോവുക. നല്ലൊരു വർഷമാണ് കാത്തിരിക്കുന്നത്. വലിയൊരു അഭിവൃദ്ധി നമ്മളെ തേടിയെത്തുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് നല്ല ഉയർച്ചയുള്ള വർഷമാണ്. അപ്പോൾ അതിനെല്ലാത്തിനും എല്ലാം നമുക്ക് അതാത് സമയത്ത് തന്നെ കൈകൂടി വരാനായിക്കൊണ്ടുള്ള ദൈവിക സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ വർഷം നമ്മളെ കാത്തിരിക്കുന്നതായിട്ടുള്ള വിഷയം.